ടച്ച് ചെയ്തു എന്ന് എല്ലാവരും ആവർത്തിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ശബരിപാത. ഈ ശബരിപാത മൊത്തം ചെലവ് വരുന്ന തുകയുടെ പകുതി കിഫ്ബി കൊടുക്കാം എന്ന് ഏറ്റ് കേന്ദ്രത്തിന് കത്തയച്ചതാണ്. ഇന്ത്യയിൽ ഒറ്റ റെയിൽവേ പ്രോജക്റ്റിനും പകുതി സംസ്ഥാനം വഹിക്കുന്ന പ്രോജക്റ്റ് ഇല്ല. ശബരിപാതയെക്കുറിച്ച് ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ശബരി വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുകൊണ്ടും വലിയ ചർച്ചകളാണ്. അത് അനുവാദം കിട്ടാൻ വൈകി. ഇപ്പം ഈ ചൂരൽമല മുണ്ടാക്കിയ ടൗൺഷിപ്പ് ഉണ്ട്, തുടർ നടപടിയുണ്ട്, ഒരുപാട് ഭാവി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരക്ഷരം ഈ ബജറ്റിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. അത് മുഖ്യമന്ത്രിയുടെ ഫണ്ട് മറ്റ് എന്ന് പറഞ്ഞാലും ഒരക്ഷരം, കാരണം പറഞ്ഞാൽ കോൺഗ്രസ് ഇട്ട കല്ലെവിടെ എന്നൊരു ചോദ്യം വരും. അതുകൊണ്ട് അല്ല, ഞാൻ പറഞ്ഞു കേട്ട് അത് 8 മണി ചർച്ചയല്ലല്ലോ അത്. അപ്പോൾ അത്തരത്തിൽ അഡ്രസ്സ് ചെയ്യാത്ത നിരവധി പദ്ധതി. പിന്നെ ഈ ടൂറിസം പറയുമ്പോൾ ആളുകളുടെ സമയത്തിന് വലിയ പ്രാധാന്യം ഉണ്ടല്ലോ. വയനാട്ടിൽ പോകണം, മൂന്നാർ പോകണം, കോവളം പോകണം. അത് അതിവേഗ പാത എന്നുള്ള പ്രോജക്റ്റ് തന്നെ വേണ്ടെന്ന് വെച്ച് ബദൽ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ ഇത്രയും ഫണ്ട് എവിടെയെന്ന് ചോദിച്ചാൽ ഒരു ആശയം മുന്നോട്ട് വെക്കണമല്ലോ, ഒരു പഠനം. 2009 അന്ന് VSന്റെ ഗവൺമെന്റിലാണ് ഏറ്റവും ആദ്യം അതിവേഗ പാതയ്ക്ക് വേണ്ടിയിട്ട് പഠനം ആരംഭിച്ചത്. അന്ന് 10 കോടി രൂപ മാറ്റിവെച്ച. പിന്നെ ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചു, നമുക്കറിയാം അതിൻ്റെ വർഷം വെച്ചും ഡേറ്റ് വെച്ചും നമുക്കറിയാം. പക്ഷേ ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങളിൽ 13 പദ്ധതികൾ അതിവേഗപാത 350 കിലോമീറ്റർ വേഗത മിനിമം. അത് ഡെവലപ്പ് ചെയ്ത് പോകുമ്പോഴാണ് ഇവിടെ അതിവേഗപാതയും വേണ്ട, അർത്ഥ അതിവേഗപാതയും വേണ്ട, ഉള്ള ചർച്ചകളൊക്കെ ക്ലോസ് ചെയ്തു എന്ന് പറയുന്നത്. ഇത് ടൂറിസത്തെയും വിദേശ നിക്ഷേപത്തെയും വിദേശത്തു നിന്നുള്ള വരവിനെയും എല്ലാം ബാധിക്കും. ഒരു ദീർഘകാല വീക്ഷണം ഇല്ലാത്ത ബജറ്റാണ് എന്ന് ഈ ഒറ്റ ഉദാഹരണത്തിൽ പറയാം. അതിവേഗപാത സംബന്ധിച്ചാണ് ഈ മഞ്ഞക്കല്ല് ഇട്ടതിന് ശേഷം DPR ഉണ്ടാക്കുന്ന പരിപാടി അല്ല ഞങ്ങളുടെ തെറ്റാ. DPR നിയമസഭയെ വെച്ചതാ. ഇതൊക്കെ കള്ളം. ഇതൊക്കെ ആദ്യം കിഫ്ബിയെ പറ്റി പറഞ്ഞോണ്ടാണ്. DPR നിയമസഭ അംഗീകരിച്ചാണ്. അപ്പൊ ഒന്ന്. രണ്ടാമത്തെ കാര്യം, വയനാട് ചൂരൽമലയെ സംബന്ധിച്ച് അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ബജറ്റിൽ വരുന്നതല്ല. അത് മാത്രമല്ല, ബാക്കി അവിടുത്തെ ടൗൺഷിപ്പ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് PIU-ലാണ് പൈസ മേടിച്ചിരിക്കുന്നത്. അത് ഇതൊന്നും ഒരു മിനിറ്റ് അതിന് നമ്മുടെ നമ്മുടെ ഇതിന്റെ സെൻട്രലിന്റെ ഫണ്ട് ഉൾപ്പെടെ എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ ഇതിനകത്ത് കൊണ്ടുവരുന്നത് വെറുതെ അനാവശ്യമായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം, ഒരു മിനിറ്റ്. ഇതിനകത്ത് ലൈഫ് മിഷൻ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവും പറഞ്ഞു, ലൈഫ് മിഷനിൽ ഒട്ടേറെ ന്യൂനതകളുണ്ടാകും. കാരണം SC-ക്കും ST-ക്കും വേണ്ടി മാത്രമായിട്ടായിരുന്നു അതിനകത്തൊരു പ്രിവിലേജ് ഉണ്ടാകും. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിരുന്നു മത്സ്യത്തൊഴിലാളി വിഭാഗം. മത്സ്യത്തൊഴിലാളി വിഭാഗം ജനറൽ കാറ്റഗറിയിലാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം ആ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിന് മുൻഗണന കൊടുക്കണമെന്ന് ഗവൺമെൻറ് പ്രത്യേകം ഓർഡർ എടുത്തിട്ടാണ് ചെയ്തത്. അതേസമയം കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ഭവന പദ്ധതി ഉണ്ടായിരുന്നു, പട്ടികജാതി പ്രത്യേക പദ്ധതി എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ മത്സ്യത്തൊഴിലാളികളെ ആ രീതിയിൽ പ്രത്യേകമായി പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, നേരത്തെ ഇവിടെ പ്ലാനിംഗ് കമ്മീഷനെ നീതി ആക്കിയതിൻ്റെ സംഭവത്തൊക്കെ വെച്ച് പറഞ്ഞു. അതൊന്നും അല്ല എന്നുള്ള ഏറ്റവും വലിയ നെഹ്റുവിയൻ സോഷ്യലിസം തന്നെയാണെന്ന് പറഞ്ഞതിന് തെളിവല്ലേ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക സപ്ലാൻ ഉണ്ടാക്കും എന്ന് പറയുന്നത്. അപ്പം അതിനെ ഒന്നും ഉടച്ചു വാർക്കലല്ല, മറിച്ച് ഈ കഴിഞ്ഞ കുറെ വർഷക്കാലം എന്താ ഉദ്ദേശിക്കുന്നത് ആസൂത്രണ ബോർഡിന്റെ കാര്യത്തിൽ? അല്ല, ആസൂത്രണ ബോർഡ് കേവലം ഇതുണ്ടാക്കുന്ന ഒരു രീതിയില്ല. അതിനകത്ത് നമ്മുടെ പോളിസിയിൽ മാറ്റം വരുത്തുന്നല്ലോ പറഞ്ഞത്. പഞ്ചവത്സര പദ്ധതി ഇല്ലാതെയാക്കുന്നു, പഞ്ചവത്സര പദ്ധതി ഇല്ലാതെയാക്കുന്നല്ല പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ച് അല്ലല്ലോ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. നമ്മൾ ഈ പ്ലാനിംഗ് കമ്മീഷൻ അത് കുറെ കൂടി പ്രായോഗികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്ലാനിങ് യഥാർത്ഥത്തിൽ മോണിറ്ററിംഗ്. ഇപ്പോൾ ഒരു മോണിറ്ററിംഗും ഇല്ല. 50% പദ്ധതി വെട്ടിക്കളയുമ്പോഴും പ്ലാനിംഗ് കമ്മീഷൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? പ്ലാൻ നടപ്പാക്കുന്നതിന് ഒരു മോണിറ്ററിംഗും ഇല്ല. ആ മോണിറ്ററിംഗ് സംവിധാനം കൂടി ഉണ്ടാവണം. പറഞ്ഞാണല്ലോ ഞാൻ പറയട്ടെ. കണ്ടവാനം കാര്യങ്ങൾ പറയാനായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനൊന്നും സമയം കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം. അതുപോലെ സയന്റിഫിക് ടെമ്പർ, ഇപ്പൊ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റിനെ അന്വേഷണം നടക്കുകയാണല്ലോ. സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ സയന്റിഫിക് ടെമ്പർ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഉണ്ടാക്കുകയാണ്. അപ്പൊ ഒട്ടേറെ കാര്യങ്ങൾ അവരുടെ എല്ലാ ആവാസ വ്യവസ്ഥ, അവരുടെ മത്സ്യബന്ധനം, ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചു, മത്സ്യബന്ധനം, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മേഖലയും ഖനനത്തിന് കൊടുക്കുന്നു, സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്നു. ആര് വന്നു എന്ന് ചോദിച്ചാൽ സ്കൂട്ടർ കൊടുക്കും. ഒന്ന് ആലോചിക്കുക, പട്ടയം സ്കൂട്ടറും കാണിച്ചിട്ട് അവരുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയും തകർത്ത് തരിപ്പണമാക്കാനുള്ള ഒരു വലിയ സംവിധാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. പരാമർശങ്ങളുണ്ട്. അവരുടെ ഉപജീവനത്തിന് ആവശ്യമായ ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തേയുള്ളൂ. അവർക്ക് അവിടെ തുടരാൻ പറ്റാത്ത തരത്തിലേക്കുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഒരു സെക്കൻഡ്, പുനർഗേഹം പദ്ധതിയെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എന്താ പുനർഗേഹം പദ്ധതി? 10 ലക്ഷം രൂപ കൊടുക്കും. നിങ്ങളിലുള്ള മുഴുവൻ പ്രോപ്പർട്ടിയും സർക്കാരിന് കൊടുക്കും, എന്നിട്ട് 10 ലക്ഷം രൂപ കൊടുക്കും. പുറത്തെവിടെയെങ്കിലും പോയി താമസിച്ചോണം. നടപ്പാക്കുന്ന പ്രോജക്റ്റ് ആണോ പുനർഗേഹം? എത്ര മത്സ്യത്തൊഴിലാളികൾ പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞു?
എത്രയോ പേരെ ഫ്ലാറ്റ് നിർമ്മിച്ച് പുനരുദ്ധരിച്ചു. എനിക്കൊരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പദ്ധതി എന്നുള്ളത് ഈ പറഞ്ഞ അങ്കണവാടികളെ പോലെ പ്രായമായ അമ്മമാരെ രാവിലെ കൊണ്ടാക്കി വൈകുന്നേരം കൂട്ടിക്കൊണ്ടുവരാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് നടപ്പാവോ? അതൊക്കെ നടപ്പാക്കണം തീർച്ചയായിട്ടും.